ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. കുറച്ച് ദിവസമായിട്ട് തിരക്കൊക്കെ ആയ കാരണം വീഡിയോ ഒന്നും ചെയ്യാറില്ല, സോറി. പിന്നെ പുതിയ വിശേഷങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ചെയ്യാത്തത്. അപ്പോൾ ഒരു വിശേഷം ഇപ്പോൾ അറിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുന്നൊരു സിനിമ വരാൻ പോകുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു. എന്തായാലും അമ്മ എന്ന സംഘടനയിലുണ്ടായ ഈ പ്രശ്നങ്ങൾ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ഓണത്തിനിറങ്ങിയ സിനിമകൾ കുറേയൊക്കെ മലയാള സിനിമയെ രക്ഷിക്കാൻ ആ സിനിമകൾ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷ വാർത്തയാണ്. ARM എന്ന സിനിമ ഞാൻ കണ്ടു, ഗംഭീരമായിട്ടുണ്ട് ആ സിനിമ. അതുപോലെ കിഷ്കിന്ധാകാന്ഡം നല്ല സിനിമയാണെന്ന് അറിയാൻ കഴിഞ്ഞ് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ബാഡ് ബോയ്സ് ഒക്കെ ഒരു ലോക്കൽ സിനിമ എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ കൊണ്ടൽ വലിയ കുഴപ്പമില്ലാത്ത സിനിമ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഈ ഓണം എന്തായാലും നല്ല രീതിയിൽ തന്നെ മലയാള സിനിമ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെ ബസൂക്കയും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ബറോസും രണ്ട് സിനിമകൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഓണത്തിന്. ആ രണ്ട് സിനിമയും വന്നില്ല. അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുള്ള സമയത്ത് റിലീസ് ചെയ്യാൻ എന്തോ പേടി കാരണമാണോന്നും നമുക്കറിയില്ല. എന്തായാലും മോശമായി പോയി. അവർക്കൊന്നും ഇത് സിനിമ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഇങ്ങനെ സിനിമ ഇറക്കാനും ഒരു പേടിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ലൊരു സീസണാണ് കളഞ്ഞത്. എന്തായാലും ചെറുപ്പക്കാരായിട്ടുള്ള ടോവിനോ തോമസ് ഗംഭീരമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആസിഫ് അലി, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടനാണ് ആസിഫ് അലി. ആസിഫ് അലിയുടെ കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമ ഗംഭീര സിനിമയാണെന്നാണ് പറയുന്നത് എല്ലാവരും. അപ്പോൾ എന്തായാലും മലയാള സിനിമ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിമുക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയെ രക്ഷിക്കാൻ അതിൻ്റെ നാഥന്മാരായിട്ടുള്ള, മലയാള സിനിമയുടെ വർഷങ്ങളായിട്ടുള്ള കുടുംബനാഥന്മാർ, സിനിമയുടെ കാരണവന്മാരായിട്ടുള്ള മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തു. അതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടൊരു കഥയൊക്കെയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ശ്രീലങ്കൻ ഗവൺമെൻറ്റുമായി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ, കാര്യങ്ങളൊക്കെ ആയിട്ട് ഗവൺമെൻറ്റായി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്തായാലും മഹേഷ് നാരായണൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംവിധായകനാണ് മഹേഷ് നാരായണൻ. അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ് ഇവർ രണ്ടുപേരും കൂടി ഒരുമിക്കാൻ പോകുന്നതെന്നും, അതുപോലെ തന്നെ മഹേഷ് നാരായണൻ്റെ വേറൊരു സിനിമയിൽ മമ്മൂക്കയും അത് കുഞ്ചാക്ക ബോബനും ഫഹദ് ഫാസിലൊക്കെ ആയിട്ടുള്ള സിനിമ വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ആ സിനിമ നീണ്ടുപോവുകയും ഇപ്പോൾ ആ പ്ലാൻ മാറ്റിയിട്ട് മമ്മൂക്കയും ലാലേട്ടനും കൂടി ഒരുമിക്കുന്ന സിനിമ വരാനുള്ളൊരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിച്ചാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും അറിയാൻ കഴിഞ്ഞു. എന്തായാലും മലയാള സിനിമയുടെ ഈ അതുല്യ പ്രതിഭകൾ വീണ്ടും ഒരുമിച്ച് നല്ലൊരു സിനിമ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും എല്ലാവർക്കും ഓണം ആശംസകൾ.